ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറും നമ്മുടെ കോട്ടയം ജില്ലക്കാരനുമായ ഒരു വ്യക്തി സാമൂഹിക മാധ്യമത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു: ദൈവം എന്നൊന്ന് ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ പ്രശ്നങ്ങളിൽ, ഈ ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആ ദൈവം ഇടപെട്ട് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ചെയ്യാനാ എന്ന് പരിഹാസ രൂപേണ അയാൾ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ ലോകസഞ്ചാരി പറഞ്ഞത് താൻ സഞ്ചരിച്ച ലോകരാജ്യങ്ങളിലൊന്നും ദൈവത്തെ കണ്ടില്ല, അതുകൊണ്ട് ദൈവം എന്നൊന്ന് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നാൽ ഇദ്ദേഹം കണ്ട ലോകരാജ്യങ്ങൾക്ക് അപ്പുറം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാം. ഈ കഴിഞ്ഞ 19-ാം തീയതി ലോകമെല്ലാം നിർനിമേഷരായി ശ്വാസമടക്കി പിടിച്ച് നോക്കിയിരുന്ന ഒരു യാത്രയുണ്ടായിരുന്നു. ബഹിരാകാശത്ത് നിന്ന് സ്പേസ് എക്സിന്റെ ക്രൂ ലൈൻ എന്ന ബഹിരാകാശ പേടകത്തിൽ കയറി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെയും സംഘത്തിന്റെയും ഭൂമിയിലേക്കുള്ള യാത്രയായിരുന്നു അത്. 9 മാസത്തെ അനിശ്ചിതത്വം നിറഞ്ഞ ബഹിരാകാശ ജീവിതത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ഭൂമിയുടെ പരപ്പിലേക്ക് സുരക്ഷിതമായി പറന്നിറങ്ങിയ ആ ബഹിരാകാശ പേടകത്തിലുണ്ടായ ബഹിരാകാശ സഞ്ചാരി ബുഷ് വിൽമോർ തന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കായി എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ബഹിരാകാശത്തിന്റെ അനന്ത വിഹായുസിൽ ഞാൻ കണ്ടതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനുള്ള എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. ബഹിരാകാശത്ത് 9 മാസം ചെലവഴിച്ച ബുഷ് വിൽമോർ എവിടെ കിടക്കുന്നു? ചില ലോകരാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തിയ ഈ ലോകസഞ്ചാരി എവിടെ കിടക്കുന്നു? സദൃശ്യവാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അല്ലയോ മൂഢനായ ലോകസഞ്ചാരിയെ, താങ്കൾക്ക് ദൈവത്തെ കാണണോ? യേശുവിനെ കണ്ടാൽ മതി. അല്ലയോ മൂക്കന്നൂർ ദേശമേ, നിങ്ങൾക്ക് ദൈവത്തെ അറിയണോ? യേശുവിനെ അറിഞ്ഞാൽ മതി. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.